എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു പ്രമാണിച്ച് ഇന്നേ ദിവസം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ 3 മലയാള സിനിമകളുടെ ആദ്യ ദിന കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും ഫൈനൽ പ്രൈസിൽ കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ പ്രണവ് മോഹൻലാലിന്റെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, ബേസിൽ, നീരജ് മാധവ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 1,42,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ഫൈനൽ പ്രൈസ് കളക്ഷൻ എന്ന് പറയുന്നത്. വിഷു പ്രമാണിച്ച് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുന്ന മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേരള ഫൈനൽ പ്രൈസ് കളക്ഷൻ നേടുന്ന സിനിമകളിൽ 2ാം സ്ഥാനത്തായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്നത്. ഇനി ചിത്രത്തിന്റെ ആദ്യ ദിന കേരള എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തിലെ വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 1,25,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഏകദേശം 2.5 കോടിക്ക് മുകളിൽ രൂപയായിരിക്കും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 കോടി 4.5 കോടിക്ക് അടുത്ത് വരെ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടും ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഒരു വമ്പൻ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമ കൂടിയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും മികച്ചൊരു തുടക്കം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ചുവടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ പുറത്തു വരുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. രണ്ടാമത്തെ സിനിമ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ ആവേശം എന്ന സിനിമയാണ്. ജിതു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ 3 സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ചൊരു റെസ്പോൺസ് നേടിയ സിനിമ കൂടിയായിരുന്നു ആവേശം. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രൈസിൽ കളക്ഷനാണെങ്കിലും അതുപോലെ തന്നെ ആദ്യ ദിന കേരള ട്രാക്കിംഗ് കളക്ഷൻ ആണെങ്കിലും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ ആണെങ്കിലും മറ്റുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ചൊരു കളക്ഷൻ തന്നെയാണ് ആവേശം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 1,89,00,000 രൂപയായിരുന്നു ആവേശം എന്ന സിനിമയുടെ ഫൈനൽ കേരള പ്രൈസിൽ കളക്ഷൻ എന്ന് പറയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മികച്ചൊരു ഫൈനൽ പ്രൈസിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയായ ആവേശം എന്ന സിനിമയുടെ ആദ്യ ദിന കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,75,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ ദിനം ആവേശം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 2.5 കോടിക്കടുത്ത് രൂപയായിരിക്കും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 കോടി 4.5 കോടി റേഞ്ചിലായിരിക്കും ആവേശം എന്ന സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ജയ് ഗണേഷ്. രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ സിനിമയാണല്ലോ ജയ് ഗണേഷ്. ഈ ഒരു സിനിമയ്ക്കും തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. 18 ലക്ഷം രൂപയായിരുന്നു ജയ് ഗണേഷ് എന്ന സിനിമയുടെ കേരള ഫൈനൽ പ്രൈസിൽ കളക്ഷൻ എന്ന് പറയുന്നത്. വലിയ രീതിയിലൊരു ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഒരു ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് ജയ് ഗണേഷ്. ചിത്രത്തിന്റെ ആദ്യ ഷോകൾക്ക് ശേഷമുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ കാരണം ചിത്രത്തിന്റെ ടിക്കറ്റിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ട്രെൻഡിങ്ങിലേക്കെല്ലാം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ എത്തിയിട്ടില്ല. 1 കോടിക്ക് താഴെ മാത്രമായിരിക്കും ജയ് ഗണേശ് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.